السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد خاتم جميع الأنبياء والمرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكونوا مع الصادقين. صدق الله مولانا العظيم. يا إلهي يا رجائي لا إله إلا الله. يا شفيعي يا حبيبي محمد رسول الله. وفقنا بامتداح طه رسول الله. ثبتنا بالشهادة لا إله إلا الله. لا إله إلا الله. لاح نورها لمن لا إلى غير يميل. لا إله إلا الله. ഏറ്റവും ബഹുമാന ആദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, മഹത്തുക്കളായ ഉലമാക്കൾ, അല്ലുസ്വ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ ഖൽബ് പൂർണ്ണമായി ശുദ്ധിയാക്കി തന്ന് ആരിഫീങ്ങളായ മഹാന്മാരെക്കുറിച്ച് നാം എല്ലാ ആഴ്ചയിലും ഈ പ്രതിപാദിക്കുന്ന ബറക്കത്ത് കാരണം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലും അള്ളാഹു അവന്റെ മഅരിഫത്തുൻ നൂറാനിയ കൊണ്ട് പ്രകാശിപ്പിച്ച് വിശുദ്ധമായ ഹൃദയങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹുവിന്റെ മുഹിബ്ബുകളായ മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധമുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് സഫർ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിലെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചിട്ടുള്ളത്. ഒരുപാട് മഹത്തുക്കൾ ഈ മാസത്തിൽ വേറെയും വഫാത്തായതുണ്ട്. പ്രധാനപ്പെട്ട ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പലരെയും പ്രതിപാദിക്കേണ്ടതുണ്ട്. പക്ഷേ സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും പേരും അവരുടെ ചരിത്രവും ആഗ്രഹമുണ്ടെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാനും ചില പ്രധാനപ്പെട്ട മഹാന്മാരുടെ പേരുകൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിലെ ക്ലാസ്സും നമ്മൾ സമാപ്തി കുറിക്കുകയാണ്. സഫർ മാസത്തിന്റെ 21-നാണ് ബഹുമാനപ്പെട്ട തവക്കൽ മസ്താൻ എന്നറിയപ്പെട്ട ബാംഗ്ലൂര് സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തവക്കൽ മസ്താൻ ഖാദിരിയ ത്വരീഖത്തിന്റെയും ഷാദുലിയ ജിസ്തിയ ഒക്കെ ത്വരീഖത്തിന്റെ ഖലീഫയും ഷെയ്ഖുമാണ്. നമ്മുടെയൊക്കെ പല മശായിഖന്മാരും കാളമ്പ്രം മുഹമ്മദ് മുസ്ലിയാർ ഉപ്പാപ്പയെ പോലെയുള്ള ആളുകളൊക്കെ തവക്കൽ മസ്താനുമായി വലിയ ബന്ധം സ്ഥാപിച്ചത് അവിടെ നിന്ന് ഇടക്കൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ പല ആരിഫീങ്ങളും മഹാനുമായി വലിയ ബന്ധം സ്ഥാപിച്ചതായിട്ട് നമുക്ക് അവരിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സഫർ 21-നാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത്. അതുപോലെ
മറ്റൊരു പ്രധാന വ്യക്തിത്വമാണ് സഫർ 25 നമ്മളോട് വിട്ടുപിരിഞ്ഞത്. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജയേറ്റി അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ഇൽമിയിലുള്ള ബറക്കത്തും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ ഒക്കെ ഉസ്താദിന്റെ പ്രധാന മക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയും ജാമിഅ ഇഹ്യാഉസ്സുന്ന അറബിക് കോളേജിലെ പ്രധാന മുദരിസും, അതുപോലെ നമ്മുടെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും മറ്റും പരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മീയമായ ചികിത്സ തേടാൻ നമ്മുടെയൊക്കെ മനസ്സ് പെട്ടെന്ന് മനസ്സിലേക്ക് വരാറുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ഒക്കെ അബ്ദുസ്സലാം മുസ്ലിർ എന്നറിയപ്പെട്ട മഖ്ദൂം കുടുംബത്തിൽ അലി ഹസൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ പേരമക്കളിൽപ്പെട്ട മഹാനവറുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. മഹാനവറുകളുടെ ആണ്ട് സഫർ 25 അതുപോലെ ഈ സഫർ മാസത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു വലിയ മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾ എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കീക്കോട്ട് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ഹദറമൗത്തിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനാർത്ഥം നമ്മുടെ കേരളക്കരയിൽ വന്ന് വടകരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുസൈൻ സഖാഫ് എന്നറിയപ്പെടുന്ന ബാഹുസൈൻ കബീലയിൽപ്പെട്ട വലിയ കറാമത്തിന്റെ ഉടമസ്ഥനായ വടകരയിലുള്ള സയ്യിദ് അവർകൾ, ആ ഹുസൈൻ സഖാഫ് തങ്ങളുടെ മകനാണ് വടകരക്കടുത്ത് നെടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ബാഹുസൈൻ അസ്സഖാഫ് എന്നറിയപ്പെടുന്ന മഹാനായ ഒരു സയ്യിദ്. ബഹുമാനപ്പെട്ടവർ മമ്പുറം ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടക്കാരനും അവിടുത്തെ പ്രിയപ്പെട്ട സുഹൃത്തുമൊക്കെയായിരുന്നു. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ് നെടുവണ്ണൂരിലെ പള്ളിക്ക് കുറ്റിയടിക്കൽ കർമ്മം നടത്തിയിട്ടുള്ളത്. 2 തവണ മമ്പുറം സയ്യിദ് അവർകൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഹുസൈൻ അസ്സഖാഫ് എന്ന് പറയുന്ന ഈ സയ്യിദിനെ കാണാൻ വേണ്ടി നെടുവണ്ണൂരിൽ ചെന്നതും അവര് തമ്മിൽ ഭക്ഷണം കഴിച്ചതും അന്നുണ്ടായ പല കറാമത്തുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാനവറുകളെ, ഇത് പൂക്കുഞ്ഞിയല്ല, ഇത് തീക്കുഞ്ഞിയാണ് എന്നിവരെ മമ്പറം തങ്ങൾ പറയുകയും ഒരു ദിവസം മഹാനാകുന്ന മമ്പറം തങ്ങൾ ആ തങ്ങളുപ്പാപ്പയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മഹാനാകുന്ന തങ്ങളുപ്പാപ്പ കഞ്ഞി കുടിക്കുന്ന സമയമാണ്. കഞ്ഞിയും ഒരു പ്രത്യേക തരം മീനും കഴിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളോട് ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ചെന്നു കണ്ടു, സംസാരിച്ചു. കഞ്ഞി കുടിക്കുകയാണല്ലേ, നമുക്ക് കഞ്ഞിയില്ലേ എന്ന് ചോദിച്ചപ്പോ തീർച്ചയായും കഞ്ഞിയുണ്ട്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറയുകയും ചെയ്തപ്പോ മഹാനായ
സയ്യിദ് മുഹമ്മദ് ബാ ഹുസൈൻ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് രഹസ്യമായി അവിടുത്തെ ചെവിയിൽ വന്ന് പറഞ്ഞു, കഞ്ഞിയുണ്ട്, പക്ഷെ മീൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ കഴിച്ചിട്ട മീനിന്റെ മുള്ളെടുത്ത് അവർക്കങ്ങോട്ട് ഇട്ടുകൊടുക്കുകയും ഇതങ്ങ് മുറിച്ച് വേവിച്ചോ എന്ന് പറയുകയും അവിടെ നിന്ന് കഴിച്ച മീനിന്റെ മുള്ളിനെ പൂർണോപരി ഒരു പൂർണ്ണ മത്സ്യമാക്കി മാറ്റി എന്ന കറാമത്ത് വരെ അനുഭവപ്പെട്ട തങ്ങളാണ് നെടുവണ്ണൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മഹാനായ തങ്ങളുടെ മക്കളെ കൂട്ടത്തിൽ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും, അതിൽപ്പെട്ട മൂത്ത മകനാണ് തീക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ബാ ഹുസൈൻ അസ്സഖാഫ് എന്നറിയപ്പെടുന്ന തങ്ങൾ, വലിയ തങ്ങൾ. ആ തങ്ങളുടെ മകൻ ഹബീബ് കോയ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാനായ തങ്ങൾക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുകയും ഭാര്യ 1-2 കുട്ടികളെ ജന്മം നൽകിയെങ്കിലും അത് പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവര് മരണപ്പെടുകയും കുട്ടികളില്ലാതെ വിഷമിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹബീബ് കോയ തങ്ങൾ സുൽത്താനുൽ ഹിന്ദ് ഗരീബെ നവാസ് ഖാജ മുഈനുദ്ദീൻ ഹസൻ സഞ്ചരിയിൽ അജ്മീരി തങ്ങളുടെ മക്കാമിൽ ചെന്ന് അവിടെ കേസ് പറയുകയും ആഴ്ചകളോളം മാസങ്ങളോളം അവിടെ ജീവിക്കുകയും മഹാനവറുകൾ തിരിച്ചു വന്ന് അവിടത്തെ തന്നെ കുടുംബത്തിൽപ്പെട്ട വളാഞ്ചേരിക്കടുത്തുള്ള ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫ് എന്നറിയപ്പെട്ട വളാഞ്ചേരിയിൽ മറവിട്ട് കിടക്കുന്ന തങ്ങളുടെ അടുത്ത് പോയി. കോട്ടപ്പുറം സാദാത്തുക്കൾ, ആ കോട്ടപ്പുറം സയ്യിദ് വലിയ ആറ്റക്കോയ തങ്ങൾ എന്നറിയപ്പെട്ട തങ്ങളുടെ അടുത്ത് പോയി, എനിക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഞാൻ ഇടുമെന്ന് പറയുകയും അൽഹംദുലില്ലാഹ് പടച്ച റബ്ബിന്റെ തൗഫീഖോടുകൂടെ മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏക കുട്ടിയാണ്. ആരിഫായ കുട്ടി എനിക്ക് ജനിക്കണം എന്ന് അദ്ദേഹം ആറ്റക്കോയ തങ്ങളോട് പറഞ്ഞ അതേപോലെ തന്നെ വലിയ മഅരിഫത്തിന്റെ അഹ്ലികാരനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഖാജ മുഈനുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട ഈ അടുത്ത് വഫാത്തായ മഹാനായ സയ്യിദ് അവർകൾ. ഉപ്പ ഹബീബ് കോയ തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കുട്ടി ജനിച്ചപ്പോ മഹാനാകുന്ന ഉപ്പ അവിടുന്ന് 2 പേരുടെയും നാമം കൂട്ടിച്ചേർത്താണ് അവർക്ക് പേരിട്ടിട്ടുള്ളത്. ഒന്ന് ഖാജ തങ്ങളുടെ പേര് ഖാജ മുഈനുദ്ദീൻ എന്നും കോട്ടപ്പുറം സയ്യിദായ ആറ്റക്കോയ തങ്ങൾ എന്നവരുടെ പേര്. അങ്ങനെയാണ് തീക്കോട്ട് സാദാത്തുകളിൽ ആറ്റക്കോയ പോലെയുള്ള പേരുകൾ പിന്നീട് കയറി വരുന്നത്. അതിനു മുമ്പാർക്കും അങ്ങനെ ആറ്റക്കോയ എന്ന പേരിൽ അവിടെ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ ഈ പേര് നാമം ചെയ്യുകയാണ്. അവിടുന്ന് വലിയ സമ്പത്തിന്റെ ഉടമയാണെങ്കിലും ഒരു സമ്പത്തുമായും ഒരു ബന്ധവുമില്ലാതെ ഒരു ഫക്കീറിനെ പോലെ, ഒരു മിസ്കീനിനെ പോലെ ജീവിക്കുകയും ഈ അടുത്ത കാലത്ത് മഹാനവറുകൾ നമ്മോട് വിട പറയുകയും ചെയ്തു. ഈ സാധു വിനീതന്റെ അടക്കം ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖും അങ്ങനെ നിരവധി മഹാന്മാരുടെ ശൈഖാണ് ബഹുമാനപ്പെട്ടവർ. ബാഹ്യമായ രൂപത്തിൽ നമുക്ക് അദ്ദേഹം ഒരു മജ്ദൂബിനെ പോലെ, ഒരു ഹാലുള്ള വ്യക്തിയെ പോലെയാണെങ്കിലും കൂടുതൽ മഹാനവറുകളുമായി ബന്ധപ്പെട്ടെങ്കിൽ മഹാനവറുകൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്കവിടെ ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയും. നാം ചെന്ന കാര്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ മഹാനവറുകൾ ഇങ്ങോട്ട് പറയുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും മഹാനവറുകൾ വലിയ ബസീറത്ത്, ഉൾക്കാഴ്ചയുടെ ആളാണെന്ന് നമുക്ക് അടുത്തവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ആ മഹാനവറുകൾ വഫാത്തായത് ഇതുപോലത്തെ ഒരു സഫർ മാസത്തിലാണ്. അതുകൂടാതെ
വേറെയും പല മഹാന്മാരെയും പറയേണ്ടതുണ്ട്. സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇന്ന് പ്രധാനമായി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സഫർ മാസം 28-ന് നമ്മളോട് വിട പറഞ്ഞ ആശിഖുർ റസൂലായി നമ്മുടെ മലബാറിൽ അറിയപ്പെട്ട വലിയ ആരിഫാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളെ ബറക്കത്തിന് വേണ്ടി നമുക്ക് കുറച്ച് അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് തന്ന ഒരു വലിയ നിഅ്മത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് മഹാനവറുകളുമായി നമുക്കൊക്കെ ബന്ധപ്പെടാനും മഹാനവറുകളെ മജ്ലിസിലും ദുആയിലും അവിടുത്തെ ബറക്കത്ത് സിദ്ധിക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ ഉമ്മയുടെ നാടാണ് തിരൂരങ്ങാടി. ഉമ്മയുടെ ഉപ്പ വലിയ മഅരിഫത്തിന്റെ അഹ്ലികാരനായി അറിയപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്. അക്കാലത്ത് അവിടെ 2 മുഹമ്മദ് മുസ്ലിയാരാണ്. മറ്റൊന്ന് കുണ്ടൂര് മഹല്ല് ജുമുഅത്ത് പള്ളിയുടെ പുറംപള്ളിയിൽ പള്ളിക്കുള്ളിലായിക്കൊണ്ട് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന കറുത്ത മുഹമ്മദ് മുസ്ലിയാർ എന്ന മഹാനാകുന്ന ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് തന്നെ ഒരിക്കൽ ഈ വിനീതനോട് പറഞ്ഞു, കറുത്ത മൂല്യർപ്പാപ്പ കറുത്തിട്ടൊന്നുമല്ല, പിന്നെ എന്റെ ഉപ്പാപ്പ വെളുത്ത മയമൂല്യർപ്പാപ്പ എന്നാണ് അവരെ പറയാ. വെളുത്ത മയമൂല്യർപ്പാപ്പ എന്ന് പറഞ്ഞ ആള് വല്ലാതെ വെളുത്തിട്ട് അധികം വെളുപ്പുള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ സാധാരണ മറ്റേ വലിയും ആരിഫുമായ മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് ഇവരിലേക്ക് ആപേക്ഷികമായിട്ട് കർത്തായ മൂല്യർ എന്ന് പറയുന്നതാണ്. അല്ലാതെ കർത്തായ മൂല്യർ അങ്ങനെ കറുത്തിട്ടൊരാളൊന്നുമല്ല എന്ന് ഈ വിനീതനോട് ഒരിക്കൽ പറഞ്ഞു. അത് പറഞ്ഞതും യഥാർത്ഥത്തിൽ ഒരു കശ്ഫ് കൊണ്ട് പറഞ്ഞതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ സാധാരണ കറുത്ത മയമൂല്യർ പാപ്പാനെ കുണ്ടൂർ പള്ളിയിൽ മഹാനാകുന്ന ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് ദർസ് നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്. ഉസ്താദ് അവിടെ നിന്ന് പോന്നിട്ടും പിന്നെയും പല തവണ ഞാൻ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ജനങ്ങളുടെ ഇടയിലുള്ള ഈ നാമം കറുത്ത മയമൂല്യർ പാപ്പ എന്നുള്ള നാമത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ആ സമയത്താണ് ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് ചെന്നപ്പോ മഹാനവറുകൾ പറഞ്ഞത്, കർത്തായ മൂല്യർ കറുത്തിട്ടൊന്നുമല്ല, പക്ഷെ എന്റെ ഉപ്പാപ്പ വലിയ വെളുത്ത ഒരാളായതുകൊണ്ട് അതിലേക്ക് നോക്കിയിട്ട് ജനങ്ങൾ മൂപ്പരെ കർത്തായ മൂല്യർ എന്ന് പറയുന്നതാണെന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, വലിയ പണ്ഡിതനും ആരിഫും ഒക്കെയായ ഉമ്മാന്റെ ഉപ്പയാണ്, ഉസ്താദിന്റെ ഉമ്മന്റെ ഉപ്പയാണ് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടിയിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് മുസ്ലിയാർ. മഹാനവറുകളുടെ പേരക്കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. ഒരു റബീഉൽ ആഖിർ 12-ന് അവിടുന്ന് ഭൂജാതനാവുകയാണ്. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ മാസമായ റബീഉൽ ആഖിറിൽ തന്നെയാണ് ഒരു അതേ നാമത്തിൽ ഒരു രണ്ടാമൻ എന്ന പോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന മഹാനവറുകൾ ജനിക്കുന്നത്. ഹിജറ 1354-ലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. അബ്ദുൽ ഖാദർ എന്ന് പേരിട്ടത് വസുല്ലാദ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കാനും അവിടുത്തെ ബറക്കത്ത് കിട്ടാനും തന്നെയാണ് ആ നാമം തെരഞ്ഞെടുത്തിട്ടുള്ളത്. മഹാനവറുകൾ ഉപ്പയുടെ നാടായ കുണ്ടൂരിലാണ് പിന്നീട് ജനിച്ച് വളരുന്നത്. അവിടുത്തെ ഉപ്പ മഹാനായ കുണ്ടൂർ ഉസ്താദിന് 2.5 വയസ്സുള്ള കാലത്ത് തന്നെ ഈ ലോകത്തോട് വിട പറയുകയാണ്.
പിന്നീട് ഉമ്മയുടെ സംരക്ഷണത്തിലായിക്കൊണ്ട് ജീവിക്കുകയും മഹാനവറുകൾക്ക് ചെറുപ്പകാലമിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ കണ്ടുപോന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഒരു ദിവസത്തെ ഖിബിലക്ക് മുന്നിട്ടുള്ള കടത്തവും ജീവിതവും ഒക്കെ കണ്ടപ്പോൾ അവിടത്തെ ഉമ്മയുടെ ഉപ്പയായ തിരൂരങ്ങാടി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, മഹാനാകുന്ന ഈ കുട്ടി മറ്റുള്ള കുട്ടികളെ പോലെയല്ല, ഇതിനൊരുപാട് ലക്ഷണങ്ങൾ ഗുണങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മയിൽപ്പെടുത്തി. അതേ വാക്ക് ബഹുമാനപ്പെട്ടവരുടെ ശൈഖായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഉപ്പാപ്പ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടി ഉപ്പയുടെ മുതുകിൽ നിന്ന് തന്നെ വലിയായിട്ടാണ് ജനിച്ചിട്ടുള്ളത് എന്ന് ചാപ്പനങ്ങാടി ശൈഖുന അവിടുത്തെ മുരീദ് കൂടിയായ കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് ചരിത്രത്തിൽ കാണുന്നുണ്ട്. മഹാനവറുകൾ കുണ്ടൂരിൽ വളരുകയും ജീവിക്കുകയും അവിടെ നിന്ന് തന്നെ കുറെ ആവശ്യമായ ഉലൂമുകൾ ശൈശവകാലത്ത് പഠിക്കുകയും അതിനുശേഷം മഹാനവറുകൾ നിരവധി പണ്ഡിത മഹത്തുക്കളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങളെ അടുത്തു നിന്നും അതുപോലെ മുഹമ്മദ് മുസ്ലിയാർ കരിങ്ങനാടി എന്നവരുടെ അടുത്തുനിന്നും ബഹുമാനപ്പെട്ട അലവി മുസ്ലിയാർ ഇരിങ്ങല്ലൂരിന്റെ അടുത്തുനിന്നും അതുപോലെ ഓമച്ചപ്പുഴയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയും സൂഫിയും ഹാഫിദുമായ മഹാനിൽ നിന്നും അതുപോലെ കരിങ്കപ്പാറ ഉസ്താദ് എന്നറിയപ്പെടുന്ന അഷേഖുൽ ഫഖീഹുൽ മുഹഖിഖ് മുഹമ്മദ് ബിൻ സൂഫി അൽ കരിങ്കപ്പാറ എന്ന് പറയുന്ന മഹാനായ കരിങ്കപ്പാറ ഉസ്താദിന്റെ അടുത്തു നിന്നും ഇവരിൽ നിന്നൊക്കെ ഉലൂമുകൾ ശേഖരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം കഴിഞ്ഞിട്ട് മഹാനവറുകൾ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പോയി മഹാനവറുകൾ ബാക്കവി ബിരുദം വാങ്ങുകയും ശേഷം 20 കൊല്ലത്തോളം മഹാനവറുകൾ ക്ലാരിയിലും മറ്റുമൊക്കെ മുദരിസായി ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ബഹുമാനപ്പെട്ട ശൈഖുന ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്നറിയപ്പെടുന്ന അഷേഖ് അബിൽ അത്താ മുഹമ്മദ് ബിൻ ഹസൻ എന്ന മഹാനവറുകളുമായി ബന്ധപ്പെടുകയും അവിടുന്ന് ഖാദിരിയ ത്വരീഖത്തുകൾ സ്വീകരിക്കുകയും ഒരുപാട് റിയാദകൾ സൂഫികൾ സാധാരണ വീട്ടിവരാറുള്ള പല റിയാദകളും അവിടുത്തെ സമ്മതപ്രകാരം വാങ്ങുകയും അത് ചൊല്ലിവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ആലുവായി അബൂബക്കർ മുസ്ലിയാർ ഉപ്പാപ്പയെ പോലെയുള്ള പല മഹാന്മാരുമായി ദുആ ചെയ്യിപ്പിക്കാനും ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മാത്രമാണ്. ഈ വിനീതനോട് ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, ചെറിയ മുണ്ടം ഞാൻ മുദരിസായി കൊണ്ടിരിക്കുന്ന കാലം എന്റെ കൂടെ അങ്ങോട്ട് സിയാറത്തിന് വരികയും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരുടെ മക്കാമ് സിയാറത്ത് ചെയ്ത് അവിടെ താഴ്ഭാഗത്തിരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എനിക്കൊക്കെ വേണമെങ്കിൽ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരൊക്കെ അന്ന് ത്വരീഖത്തും ഇജാസത്തും ഒക്കെ വാങ്ങായിരുന്നു. കാരണം ഞങ്ങളൊക്കെ തലക്കെടുത്തൂര് പഠിക്കുമ്പോൾ എല്ലാവരും ഇജാസത്ത് വാങ്ങാൻ സാധാരണ പോകലുള്ളത് ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ മൂല്യരുടെ അടുത്തേക്കാണ്. പക്ഷെ ഞാൻ അന്ന് പോയില്ല. പോകാതിരിക്കാനുണ്ടായ കാരണം എനിക്ക് അന്ന് തന്നെ ചാപ്പനങ്ങാടി മൊയ്ലിയരുപ്പാപ്പയുമായി ബന്ധമുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരാളടുത്തേക്ക് പോയിട്ടില്ല എന്ന് കുണ്ടൂർ ഉസ്താദ് തന്നെ നേരിട്ട് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. മഹാനാകുന്ന കുണ്ടൂർ ഉസ്താദ് വലിയ ദാക്കിറും ആഷിഖും പ്രത്യേകിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള വലിയ ഇഷ്ക് പ്രകടമാക്കിയ ഒരു മഹാനുമാണ്. എപ്പോ നോക്കിയാലും റബീഉൽ അവ്വൽ മാസം വരിക എന്ന് പറഞ്ഞാൽ ഉസ്താദിന് വലിയ ആവേശമാണ്. റബീഉൽ അവ്വൽ വരാനാകുമ്പോഴത്തേക്കും ഉസ്താദ് കുറേ പാട്ടുകളും ബെയ്ത്തുകളും മൗലിദുകളും ഒക്കെ നടത്താനും ചെല്ലാനും എഴുതാനും ഒക്കെ രചിക്കാനും ഒക്കെ സമയം കണ്ടെത്തും. എപ്പോ നോക്കിയാലും മുത്തുനബിയെ കുറിച്ച് പറയുക പാടുക എന്നുള്ളത് വലിയ സന്തോഷമാണ്.
വലിയ വിപുലമായ രൂപത്തിൽ മഹാനവറുകൾ റബീഉ മീലാദ് ദിനങ്ങൾ കൊണ്ടാടല്, കുണ്ടൂരില് യത്തീം കുട്ടികളെ കൂട്ടിയിട്ട് ദഫും അതുപോലെ പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ വലിയ വിപുലമായ രൂപത്തിൽ ജന്മദിനം ആഘോഷിച്ച് നമുക്ക് കാണിച്ചു തന്നത് നമുക്കൊരുപാട് ഓർമ്മയിലുണ്ട്. ബുർഉദ്ദാ ചെല്ലുകയും ചെല്ലിപ്പിക്കുകയും അതിന്റെ പേരിലുള്ള വലിയ സമ്മേളനങ്ങൾ വരെ കുണ്ടൂര് പാടത്ത് ഒരുമിച്ച് കൂട്ടുകയും മഹാന്മാരാകുന്ന ഉലമാക്കള്, സുൽത്താനുൽ ഉലമ അടക്കമുള്ള ആളുകളെ അതിൽ വിളിച്ചു വരുത്തി അതിലൊക്കെ സംബന്ധിക്കുകയും താജുൽ ഉലമ തങ്ങളുപ്പാപ്പനെ പങ്കെടുപ്പിച്ചതാകുന്ന ബുർദയുടെ മജ്ലിസുകളും ഒക്കെ നമുക്ക് ഇന്നും ഓർമ്മയിലുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ ഇഷ്ക് വെച്ച് ജീവിച്ചിരുന്ന മഹാനവർകൾ ഒരിക്കൽ ഞാൻ കൊടിഞ്ഞിയിൽ ദർസ് നടത്തുന്ന കാലം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് SYS ഹജ്ജിന് പോകുകയും ഈ സാധു വിനീതൻ മറ്റൊരു ഗ്രൂപ്പിൽ ഹജ്ജിന് പോയിട്ടുമുണ്ട്. പക്ഷേ ഉസ്താദ് ഹജ്ജ് കഴിയുന്നതിന് മുമ്പ് 4 ദിവസം മുമ്പ് ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നെങ്കിലും പള്ളിയിൽ വന്ന് ഉസ്താദ് പിന്നീട് എത്തിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോ കൊടിഞ്ഞിയിൽ നിന്ന് കുണ്ടൂരിലേക്ക് നടന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി അസറിന് ശേഷം പോയി. ഉസ്താദ് ആ സമയത്ത് പാടത്ത് അവിടുത്തെ ഖാദിമിനെ കൊണ്ട് ഒരു സ്ഥലം മതിൽ കെട്ടാൻ അതിന്റെ അടിയിൽ അതിരിടുന്നുണ്ട്. ആ സമയത്ത് പാടത്ത് മുണ്ടി വിരിച്ചിരിക്കുന്ന ഉസ്താദിനെ കണ്ടപ്പോ വളരെ സന്തോഷത്തോടുകൂടെ ഉസ്താദിന്റെ അടുത്ത് പോയി സലാം പറഞ്ഞിരിക്കുമ്പോൾ ഉസ്താദിന്റെ കയ്യിലൊരു പേപ്പറുണ്ട്. എന്തായിരിക്കണം ഉസ്താദിന്റെ കയ്യിലുള്ള പേപ്പർ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ സംസാരം കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, അനീഫുലിയരെ, ഇത് ഞാൻ മദീനത്ത് നിന്നുണ്ടാക്കിയ ഒരു ഖസീദ, ഒരു ബെയ്ത്താണ്. SYS ഞാൻ ഹജ്ജിന് പോയി. ഹജ്ജെല്ലാം കഴിഞ്ഞ് ഹജ്ജിന് പോയി മദീനയിലേക്ക് യാത്ര പോയി. മദീനയിലെത്തി വെള്ളിയാഴ്ച രാവിന് എന്റെ കൂടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, നമുക്കിന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, മുത്തുനബിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് കൂട്ടമായി സിയാർത്ത് ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്തു തരണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുകയും എന്റെ 4 ഭാഗത്തും കൂടെയുള്ള ആളുകൾ നിന്നു തന്നു. ഞാൻ നടുക്ക് നിന്നിങ്ങനെ മദീനയിലെ പച്ച കുബ്ബയുടെ ചാരത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്താകുന്ന ഹുജറയിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ മഹാനവർകൾ എന്നോട് പറയാ, എനിക്കിങ്ങനെ ആ സമയത്ത് അനുഭവപ്പെട്ടത് മുത്തുനബി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ആ സമയത്ത് എനിക്ക് ഹബീബായ മുത്തുനബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പദ്യം ചെല്ലാനാണ് തോന്നിയത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു പദ്യം ചെല്ലാം, നിങ്ങളൊക്കെ അത് ഏറ്റി ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ആ പദ്യമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഈ പേപ്പർ എനിക്ക് കൈമാറി എന്നോടത് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ആ പദ്യമാണ് സാധാരണ നമ്മൾ ചെല്ലി വരാറുള്ള ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖദ്റാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുറത്തിൽ ഐനൈനി وأهلي مولدي قرة العينين أشرف خلق الله أحمد طه رسول الله എന്ന് തുടങ്ങിയിട്ടുള്ള ആ വരികൾ, നീണ്ട വരികൾ മഹാനാകുന്ന ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് മദീനയില് ഹുജറയുടെ മുമ്പിൽ പച്ചക്കുബ്ബന്റെ ചാരത്ത് നിന്നുകൊണ്ട് ആലപിച്ച, അവിടുന്ന് ആ സ്പോട്ടിൽ ഉണ്ടാക്കിയ ബെയ്ത്താണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുകയും അതിനുശേഷം അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിനകത്തും പുറത്തും എവിടെല്ലാം മജ്ലിസുകളും മൗലിദിന്റെ സദസ്സുകളും മറ്റും നടക്കുമ്പോ അശ്റഖ ബെയ്ത്ത് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരും അതുപോലെ ഹബീബിന്റെ ആശിഖീങ്ങളും
അവിടുന്ന് ഇങ്ങനെ വരികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ അവസാന ഭാഗം ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഈ ബെയ്ത്ത് ചെല്ലാൻ മറക്കാറില്ല. കാരണം എല്ലാവരുടെയും മനസ്സിൽ അതുണ്ട്, എല്ലാവർക്കും അത് ഒരു അംഗീകാരമായി ലഭിച്ചിട്ടുണ്ട്. കാരണം മദീനയിൽ നിന്ന് അംഗീകാരം ലഭിച്ച കാരണം കൊണ്ട് എത്ര മൗലിദുകൾ നബിത്തങ്ങളെ കുറിച്ച് ഇവിടെ ആരെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ചിലതൊക്കെ അറിയപ്പെടാതെ പോയിട്ടുണ്ട്, മറ്റു ചിലത് എപ്പോഴെങ്കിലുമൊക്കെ മാത്രം ചൊല്ലുന്നതായി മാറിയിട്ടുണ്ട്. അപ്പോ അംഗീകാരമുള്ളതിനാണ് എപ്പോഴും എന്നും വേരോടിക്കൊണ്ട് ഇവിടെ ചൊല്ലാനും പറയാനും കഴിയൂ. ആ രൂപത്തിൽ കുണ്ടൂർ ഉസ്താദ് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനവറുകളുടെ ഒരു ബൈത്തിനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് ലോകമെമ്പാടും അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. ഇങ്ങനെ വലിയ ഇഷ്കും പ്രണയവും ഞാൻ ഓർക്കുന്നു. ഹജ്ജിനൊക്കെ ബഹുമാനപ്പെട്ടവർ വന്നാൽ മക്കയിൽ നിന്ന് 22ഉം 23ഉം ഒക്കെ ദിവസങ്ങൾ താമസിച്ചിട്ട് മദീനയിലേക്ക് പോകാനുള്ള യാത്രക്ക് തീരുമാനിക്കുമ്പോഴേക്കും ഉസ്താദ് ഇങ്ങനെ മദീനയെക്കുറിച്ച് ഇങ്ങനെ പാട്ടുപാടാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ പാട്ടുപാടാറുണ്ട്. ഒരിക്കൽ ചെന്നപ്പോ മദീന 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 എന്നിങ്ങനെ പറഞ്ഞ് പാട്ടുപാടാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെന്തോ ചില ചിന്തകൾ, ബൈത്തുണ്ടാക്കുന്ന ചിന്തകൾ എന്ന് കടന്നുകൂടിയതാണ്. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് മദീനത്ത് ചെന്നാൽ ഉസ്താദിന്റെ ശൈലി നമ്മളൊക്കെ ചെന്ന പോലെ ഉടനെ തന്നെ അങ്ങോട്ട് റൗളയിലേക്ക് പോകില്ല. ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പോകൂ. കാരണം വളരെ ബഹുമാനവും ആദരവും ഉണ്ടായിട്ട് അവിടുന്ന് പറയാറുണ്ട്, എങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാവുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് എത്തുക, ഈ അബ്ദുൽ ഖാദറിന് അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാണ്, എന്നെ അവിടുന്ന് കബൂലാക്കുവോ, പൊരുത്തപ്പെടണ്ടേ, എന്നെ സ്വീകരിക്കുവോ എന്നുള്ള ഈ ചിന്ത എപ്പോഴും അവിടുന്ന് പിടികൂടാറുണ്ട്. ഇങ്ങനെ നീണ്ട കാലം രാപ്പകലില്ലാതെ ദിക്റിലും ഫിക്റിലുമായി ജീവിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ശക്തിയായ പ്രണയത്തിനായി ജീവിച്ചു. അതോടൊപ്പം പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടും പാവങ്ങളുടെ മക്കളെ കെട്ടിക്കാൻ കാശില്ലാതെ സ്വർണ്ണമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അതിന്റെ മൊത്ത ചെലവുകൾ ഉസ്താദ് തന്നെ നേരിട്ട് ഏറ്റ് സ്വീകരിക്കുകയും ഭംഗിയാക്കി നിർവഹിക്കുകയും അങ്ങനെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് എത്രയെത്ര പാവങ്ങൾക്കാണ് അവിടുന്ന് സഹായങ്ങള് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഉസ്താദ് പലപ്പോഴും എന്റെ അനുഭവത്തിൽപ്പെട്ടതാണ്. ഒരാള് വീടില്ല എന്ന് പറഞ്ഞാൽ അനക്ക് വീട് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഉസ്താദ് എന്റെ കൂടെ തന്നെ, ഞാൻ പുത്തനത്താണെങ്കിൽ ഖത്തീബാകുമ്പോ എന്നോട് പറയണ്ടായി, ഉസ്താദ് ഞാൻ കാണാൻ വേണ്ടി ചെന്നപ്പോ ഞാൻ നിങ്ങളെ ഞങ്ങളെ പള്ളിയിലേക്ക് ഉറുദിക്ക് വയലിന് വേണ്ടി വരട്ടെ, കുറച്ച് കാശ് വേണം, ഒരു പാവപ്പെട്ട ചങ്ങായിക്ക് വീടുണ്ടാക്കണമെന്ന്, വൈകുന്നേരം കാശ് കൊടുക്കാനില്ല. ഞാൻ ചോദിച്ചു എത്ര വേണം? 5000 രൂപ കൂലി കൊടുക്കാൻ വേണം. ഞാൻ പറഞ്ഞു അത് ഇൻഷാ അല്ലാഹ് എന്തായാലും കിട്ടും, ഉസ്താദ് എന്നാ വരണം. അതുപോലെ ഉസ്താദ് വന്നു. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന് അന്ന് 15000-ഓളം രൂപ അവിടുന്ന് വെള്ളിയാഴ്ച ആ സ്പോട്ടിൽ തന്നെ കിട്ടുകയും ഇങ്ങനെ പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി ഉസ്താദ് മുതഅല്ലിമീങ്ങളെ പോലെ എന്ന് പറയാ ആ രൂപത്തിൽ ഇറങ്ങിത്തിരിച്ച് ഉസ്താദ് കാശൊപ്പിച്ച് വളരെ പാവങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എത്രയാണ്. ഒരിക്കൽ ഞാൻ തന്നെ കൊടിഞ്ഞിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെട്ടത്, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മകളുടെ വിവാഹം ഉസ്താദിനോട് ചെന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഉടനെ തന്നെ മഹാനാകുന്ന ഉസ്താദ് പറയാണ്, അവർക്ക് എത്ര പണ്ടം കൊടുക്കുന്നത്? 20 പവൻ സ്വർണം. ആദ്യം ഞാൻ തരാം എന്ന് പറഞ്ഞു. ഉസ്താദ് ഏറ്റെടുത്തു. പിന്നെ ഉസ്താദ് ഒന്നും പറഞ്ഞില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ എന്നോട് തന്നെ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് 20 പവൻ തരാന്നൊക്കെ, പക്ഷെ ഇതുവരെ സാധനം എത്തിയിട്ടില്ല, എനിക്ക് ചോദിക്കാൻ ഭയമുണ്ട് എന്ന് കല്യാണത്തിന്റെ തലേ ദിവസം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഞാൻ പറഞ്ഞു അതെന്തായാലും ഉസ്താദിന് ഓർമ്മ ഉണ്ടാകും. ഉസ്താദ് ഒരു കാര്യം കരാറ് ചെയ്താൽ ഉസ്താദ് മറ്റുള്ള കാര്യങ്ങൾ ചിലതൊക്കെ മറന്നു പോയാലും ഇത് ഉസ്താദ് മറക്കൂല. ഉസ്താദിന് ഉറപ്പുണ്ടാകും, ഉസ്താദിന് അത് ഓർമ്മയുണ്ടാകും. ഉസ്താദ് വരും, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം രാത്രി വരെ വിഷമത്തിലാണ്. പിറ്റേ ദിവസം കല്യാണത്തിന്റെ രാവിലെ സമയത്തുണ്ട്, ഉസ്താദ് ഇങ്ങനെ കാറിൽ ഇങ്ങനെ വരുന്നുണ്ട്. വെളുത്ത ഒരു കാറിൽ ഉസ്താദ് വരുന്നു. ആ സമയത്ത് ഉസ്താദിന്റെ കയ്യിൽ ഈ സഹോദരിക്ക് പറയപ്പെട്ട ഏറ്റെടുത്ത 20 പവൻ സ്വർണവുമായിട്ടാണ് മഹാനാകുന്ന കുണ്ടൂർ ഉസ്താദ് ഒരു വാപ്പയെ പോലെ അവിടെ നിന്ന് കടന്നു വരുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെയൊക്കെ പല ഉസ്താദുമാർക്കും ദർസില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഉസ്താദ് തന്നെ ഒരിക്കൽ അവിടെ ചെന്ന് എനിക്കിപ്പോ ദർസ് എവിടെയില്ല, സ്ഥലം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അവിടുന്ന് മറുപടി പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞുവിനൊരു വീടുണ്ട് ഇവിടെ, എന്റെ മകൻ കുഞ്ഞുവിനുണ്ടാക്കിയ വീടുണ്ട്, ആ വീട്ടിൽ നിങ്ങൾ ദർസ് നടത്തണം എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തി ദർസ് നടത്തുകയാണ്.
ഇങ്ങനെ ആരെന്തൊരു കാര്യം ചെന്ന് പറഞ്ഞാലും ഉസ്താദ് പൂർണ്ണമായി അത് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ കാര്യങ്ങളിൽ ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവമാണ് മഹാനാകുന്ന ഉസ്താദിൽ നിന്നുള്ളത്. ഉസ്താദിന് 100 കൂട്ടം കറാമത്തുകൾ പറയാനുണ്ട്. അവിടുത്തെ മൗലിദിൽ തന്നെ അത്തുറബു സുന്ദൂരി എന്ന് പറയുന്ന കിതാബ് മൗലിദ് തന്നെ രചിച്ചതിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിലേക്ക് ഈ സമയത്ത് ഞാൻ കടക്കുന്നില്ല. പൊന്നാനി ഭാഗത്ത് കടപ്പുറത്ത് ഒരിക്കൽ ജലപ്രളയം സംഭവിക്കുകയും കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറിയിട്ട് അവിടെ ഒരു വലിയ നാശനഷ്ടമുണ്ടാകുകയും ചെയ്തപ്പോ മഹാനാകുന്ന കുണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞതാണ്. ഉസ്താദ് പറഞ്ഞു ഞാൻ വരാം. ഉസ്താദ് അവരെ കൂടെ പോയി. ഉസ്താദ് പോവുകയും ഉസ്താദ് പോകുമ്പോ കുണ്ടൂരിൽ നിന്ന് ഉസ്താദിന്റെ കയ്യിൽ ഒരു കല്ല് ഉസ്താദ് എടുത്തത് കണ്ടവരുണ്ട്. ഈ കല്ലുമായി ഉസ്താദ് ഇങ്ങനെ കയ്യിൽ അതിങ്ങനെ പിടിച്ചിങ്ങനെ പോകുകയാണ്. അവിടെ ചെന്ന് ഉസ്താദ് കടലിനോട് സംസാരിക്കുകയാണ്. മഹാനാകുന്ന ശൈഖുന കുണ്ടൂർ ഉസ്താദ് അവിടെ ചെന്ന് കുറച്ചൊക്കെ സ്വലാത്തും ദിക്റുകളും ഒക്കെ ചൊല്ലി ഈ കല്ല് അവിടെ നിലത്തിടുകയും മണലിലിടുകയും അവിടുത്തെ വലത്തെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് ആ കല്ലിങ്ങനെ ചവിട്ടി അമർത്തുകയുമാണ്. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു കടലിനോട്, കടലെ നീ അങ്ങ് മാറിക്കോ, നീ അങ്ങ് തായോട്ട് തന്നെ പൊയ്ക്കോ. കാരണം ജനങ്ങളോട് പറഞ്ഞാൽ കേൾക്കൂല, നിന്നോട് പറഞ്ഞാൽ നീ കേൾക്കുമല്ല, നീ അങ്ങോട്ട് പൊയ്ക്കോ, ഇവരെ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് ഈ കല്ല് മണലിൽ ഏത് പ്രകാരമാണോ അമർത്തുന്നത് അതിനനുസരിച്ച് വെള്ളം താഴോട്ട് 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 ഇറങ്ങിപ്പോയ അനുഭവം അനുഭവസ്ഥർ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങൾ മഹാനാകുന്ന ഉസ്താദിന് ഇതിന്റെ മുമ്പ് വഫാത്തിന്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വലിയ ഹാലായി നടക്കാറുണ്ട്. ദിക്റ് ചൊല്ലി കുണ്ടൂര് പള്ളിക്കാട്ടിലൊക്കെ മഹാനവറുകൾ പാതിരാ സമയത്തൊക്കെ ചില ഖബറിന്റെ അടുത്തൊക്കെ വന്ന് അതിന്റെ ഇടയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോകാറുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ മഹാനവറുകൾ തന്നെയാണ് അന്ന് ചാപ്പനങ്ങാടി ശൈഖുനയുടെ ദിക്റിന് കുണ്ടൂരില് പള്ളിയിൽ ജുമാഅത്ത് പള്ളിയിൽ നേതൃത്വം നൽകാറുള്ളത്. അതിന്റെ വാർഷികത്തിന് മഹാനാകുന്ന ഉസ്താദ് ആലുവായിനെ ഒരിക്കൽ കൊണ്ടുവന്നതും ആലുവായി വരാതിരുന്നപ്പോ ജനങ്ങളൊക്കെ ഉസ്താദിന്റെ നേരെ തിരിഞ്ഞെന്നും അവസാനം കുറെ കഴിഞ്ഞപ്പോ അർദ്ധരാത്രിയായപ്പോ ആലുവായി ഉണ്ട് കാറിൽ വന്നു. പിന്നെ ഉസ്താദിനോട് കാറിൽ നിന്ന് ഇറങ്ങാതെ കാറിൽ ഇരുന്നിട്ട് ഞാൻ ഇവിടുന്ന് ദ്വാരുന്നോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദ്വാ ചെയ്തിട്ടുണ്ട്. അതേ കാറിൽ തന്നെ മഹാനവറുകൾ തിരിച്ചുപോയ അനുഭവങ്ങളൊക്കെ ഈ ഉള്ളവനോട് ഉസ്താദ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്താദിന്റെയും ചില സ്വഭാവങ്ങളായിരുന്നു. അതും എനിക്കൊരു മറുപടിയാണ് അന്ന് മഹാനവറുകൾ പറഞ്ഞത്. കാരണം ഉസ്താദിനെ ഞാൻ മുദരിസായ ഒരു മഹലിലേക്ക് ഒരു നമസ്കാര പള്ളിയിൽ നടക്കുന്ന ദിക്റിന്റെ വാർഷികത്തിന് ക്ഷണിക്കുകയും ഉസ്താദ് വരാമെന്നേൽക്കുകയും ഉസ്താദ് വന്നിട്ട് പള്ളിയിൽ അവിടെ പരിസരത്ത് വന്ന് നിന്ന് ഉസ്താദ് കാറിൽ നിന്ന് ഇറങ്ങാതെ തിരിച്ചു പോവുകയും ചെയ്തു. അതെന്താ അങ്ങനെയൊക്കെ ചെയ്തത് എന്നെന്റെ മനസ്സിലുള്ളതോടുകൂടെ ഉസ്താദ് ഞാൻ പിന്നൊരിക്കൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, ആലുവായി അബൂബക്കർ മുസ്ലിയാർ കുണ്ടൂര് ഈ ചാപ്പനങ്ങാടി ശൈഖുനയുടെ വാർഷികത്തിന് ദിക്റിന്റെ വാർഷികത്തിന് വന്നിട്ട് ഇറങ്ങാതെ ആലുവായിലേക്ക് തന്നെ തിരിച്ചുപോയ അനുഭവമാണെന്ന് എന്നോട് എനിക്കൊരു മറുപടി എന്ന നിലക്ക് ഉസ്താദ് പറയുന്നത്. അപ്പൊ ആരിഫീങ്ങൾ അങ്ങനെയും മതി. അവരുടെ ഹദറത്ത് അവരെ ഇറങ്ങണമെന്നോ ദുആ ചെയ്യണമെന്നോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ വലിയ വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണ് ഉസ്താദ് അന്ന് പഠിപ്പിച്ച ആശയം. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഉസ്താദിന്റെ പല അവസ്ഥകളിൽ ചില അവസ്ഥകളിലൊക്കെ ചിലപ്പോ 2 കല്ലുകൾ എടുത്തിട്ട് കൂട്ടിമുട്ടിയിട്ട് ഫോൺ ചെയ്യുന്നത് പോലെ ഫോൺ കണ്ടുപിടിക്കാത്ത കാലത്ത് ഉസ്താദ് പലപ്പോഴും മമ്പറന്നങ്ങൾക്ക് എന്ന രൂപത്തിൽ ഫോൺ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ കൈ തന്നെ ചെവിക്ക് വെച്ച് ഫോൺ ചെയ്യുന്നത് പോലെ നമ്മുടെ നാടുകളിൽ നിന്നും മൊബൈൽ എന്ന സാധനത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത കാലഘട്ടത്തിലാണ് ഉസ്താദ് മൊബൈൽ പോലെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഫോൺ ചെയ്യാറുണ്ട്. മമ്പറന്നങ്ങളല്ലേ ഇവൻ വന്നിട്ടുണ്ട്, ഇവങ്ങനെ ഒരു വിഷമം പറയുന്നുണ്ട്, ഇവനോട് എന്താണ് പരിഹാരം പറയേണ്ടത് എന്ന് ചോദിച്ചിട്ട് മമ്പറന്നങ്ങൾ പറഞ്ഞു എന്ന് പരിഹാരം ഉസ്താദ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് എല്ലാ വിഷയത്തിലും ബന്ധപ്പെട്ട് എല്ലാ വിഷയത്തിലും ഉസ്താദിന്റെ സാന്നിധ്യം നമ്മളൊക്കെ കണ്ടുവന്നതാണ്. നിരവധി കറാമത്തുകൾ. ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ചിലതൊക്കെ ഉസ്താദ് അത് വേണ്ട, അത് സാരല്ല, അത് ഞാൻ പരിഹാരം തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണ പരിഹാരം കണ്ടെത്തിയത് 100 കൂട്ടം വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ട്. സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. ഉസ്താദിനോട് ജയിൽ പുള്ളികളെ കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോ ജയിലിൽ അകപ്പെട്ടവനോട് അവനെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. താമസം കൂടാതെ പെട്ടെന്ന് ഗൾഫ് നാട്ടിൽ നിന്ന് തലവെട്ടുന്ന ഒരു കേസിൽ മോചിപ്പിച്ചത് അനുഭവമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല പ്രശ്നങ്ങളും. ഭ്രാന്തുള്ള ആളുകളെ കാര്യം പറഞ്ഞപ്പോ അവന് ഭ്രാന്ത് ഇനി വേണ്ട,
അത് അള്ളാഹുത്താല മാറ്റിക്കോളും എന്ന് പറഞ്ഞപ്പോൾ മാറിയ അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങി നൂറുകൂട്ടം കാര്യങ്ങൾ മഹാനാകുന്ന ശൈഖുനയുടെ കറാമത്തുകൾ ഓരോന്ന് എണ്ണി എണ്ണി പറയാനുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, അവിടുത്തെ ചരിത്രം നമുക്കറിയാം. നമുക്ക് പലർക്കും അവരുമായി ബന്ധവും കാണാൻ കഴിയുകയും ഒക്കെ ചെയ്തതാണ്. അവിടത്തേതാകുന്ന ആ ജീവിതത്തിനേക്കാളും ഉപരി ഇന്നും അവിടുത്തെ മഖാമിൽ വലിയ ഉറൂസിന്റെ കൂടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് ഉസ്താദിന്റെ വലിയൊരാഗ്രഹമാണ്. ഉസ്താദ് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്നും അവിടുത്തെ മസാറിൽ ഏത് സമയത്ത് ചെന്നാലും അവിടുത്തെ ഉറൂസിന് ഏത് ടൈമിലും നമുക്ക് ഏത് ഭക്ഷണമാണോ വേണ്ടത് അതൊക്കെ സുലഭമായി നമുക്ക് ലഭിക്കും. ഇങ്ങനെ തുടങ്ങി അവിടത്തേതാകുന്ന ഇന്നും ജീവിച്ചിരിപ്പുള്ളത് പോലെ മഹാനാകുന്ന ശൈഖുടെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സ്ഥാനവും അവിടുത്തെ റുതുബയും ഒക്കെ അള്ളാഹു ഇനിയും ഉയർത്തി അവിടുത്തെ കറാമത്തുകൾ നമുക്ക് ഇനിയും ആസ്വദിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു അവരൊക്കെ മറക്കാൻ കഴിയാത്ത അവിടുത്തെ ഖാദിമീങ്ങളിൽ അവിടുത്തെ മുഹിബുകളിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇൻഷാ അള്ളാഹ് നിർത്തുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് ആളുകളെ കഥകൾ പറയാനുണ്ടെങ്കിലും സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. കൂട്ടത്തിൽ ഈ വരുന്നത് നമുക്ക് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. നമ്മുടെയൊക്കെ വലിയ ആഗ്രഹം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാകുന്ന പ്രണയം, നമുക്ക് പറഞ്ഞാൽ തീരാത്ത രൂപത്തിലുള്ളതാകുന്ന ഇഷ്ക്, സുബ്ഹാനല്ലാഹ്, റബീഉ വസന്തകാലം നമ്മിലേക്ക് കടന്നു വരികയാണ്. ഏതൊരു മുഅ്മിനിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന്, അടിത്തറയിൽ നിന്ന്, ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ നൊരച്ചു പൊന്തുന്ന ഒരു പ്രത്യേക തിളച്ചു മറിയുന്ന ഒരു പ്രത്യേക ഇഷ്കാണ് റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്. ആ റബീഉ നമ്മിലേക്ക് കടന്നു വരികയാണ്. പൂർണ്ണമായും ഇതിലുള്ളതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ വലിയ ആശിഖീങ്ങളും ലക്ഷക്കണക്കിന് സ്വലാത്തുകളും ബുർഉദ്ദാവും ഒക്കെ ചെല്ലിയതാകുന്ന മുഹിബുകളാണ്. തീർച്ചയായും നമ്മൾ ഒന്നുകൂടെ മാനസികമായി ഒന്നുകൂടെ ആവേശമുള്ളവരായി മാറണമെന്ന് ഒന്നും രണ്ടും മൂന്നും എന്റെ സ്വന്തം ശരീരത്തോട് പിന്നെ എന്റെ പ്രിയപ്പെട്ട മുഹിബുകളോട് ഓർമ്മപ്പെടുത്തുകയും അതോടൊപ്പം ബഹുമാനപ്പെട്ട ബായാറ് തങ്ങൾ ഉപ്പാപ്പയുടെ ഉപ്പ മരണപ്പെട്ടത്, വഫാത്തായത് റബീഉൽ അവ്വൽ 1 മഹാനവറുകൾ നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മഹാനവറുകളുടെ ഉപ്പ പഴമള്ളൂർ അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ എന്നറിയപ്പെട്ട മഹാനുഭാവൻ, അവരുടെ ഉപ്പ അച്ചിപ്പുറ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ഒരു കാലത്ത് ഇവിടെ വസൂരി രോഗം പിടിപെട്ടപ്പോ മഹാനാകുന്ന അച്ചിപ്പുറ തങ്ങളെ ആ വസൂരി അനുഭവപ്പെടുന്ന നാടുകളിൽ, ആ വസൂരി രോഗം പടർന്നു പിടിക്കുന്ന നാടുകളിലൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. മഹാനാകുന്ന തങ്ങളുപ്പാപ്പെങ്ങാനും അവിടെ വന്നാൽ മഹാനവറുകൾ അവിടെ നിന്ന് ദുആ ചെയ്തു പോയാൽ, ആ നാട്ടിലൊന്ന് കാലുകുത്തിയാൽ ആ ബറക്കത്ത് കൊണ്ട് പിന്നീട് ആ നാട്ടിൽ വസൂരി രോഗം പാടെ നീങ്ങിപ്പോകുന്നത് ആ പഴമക്കാരാകുന്ന ആളുകൾ പറയപ്പെടാറുണ്ട്. ആ തങ്ങളുപ്പാപ്പയുടെ മകനായി ജനിച്ച പഴമള്ളൂർ തങ്ങൾ എന്നറിയപ്പെട്ട മഹാനാകുന്ന കുഞ്ഞിത്തങ്ങൾ റബീഉൽ അവ്വൽ 1 നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളത്. വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു മഹാനവറുകൾ. പ്രത്യേക ഒരു ഹാലിലുള്ള ജീവിതമായിരുന്നു. റബീഉൽ അവ്വൽ 1 ഒരു തിങ്കളാഴ്ച 63 വയസ്സിലായിട്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതും ജനിച്ചതുമായ തിങ്കളാഴ്ച, ഇങ്ങനെയൊക്കെ ഒരുപാട് പവറിലായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് ഇവിടുന്ന് വഫാത്തായി പോയ മഹാനവറുകളുടെ ആണ്ടിന്റെ ദിനമാണ് റബീഉൽ അവ്വൽ 1. തീർച്ചയായും അവരൊക്കെ നമ്മുടെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അതോടൊപ്പം നമ്മുടെ മുഹിബ്, നമുക്കൊക്കെ വേണ്ടപ്പെട്ട നമ്മുടെ ഡോക്ടർ മുഹ്സിൻ എന്നവരുടെ അമ്മാവനാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മോട് ഇവിടെ പറഞ്ഞത്. ലോകസഞ്ചാരി എന്ന് പറയുന്ന പേര് വരെ കിട്ടിയവർ, മൊയ്തു കീശ്ശേരി എന്ന് പറയുന്ന മഹാനവറുകൾ നിരവധി ആരിഫീങ്ങളുമായി, വിശിഷ്യ തിരുവേഗപ്പുര മുഹമ്മദ് മുസ്ലിയാർ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ മഹാനുഭാവനുമായി ബന്ധപ്പെടുകയും അവിടുത്തെ സമ്മതപ്രകാരമാണ് നാടൊന്നടങ്കം കറങ്ങാൻ വേണ്ടി മഹാനവറുകൾ നീക്കിവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് മഖ്ബറകളും ഒരുപാട് സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടാനും ഒരുപാട് സ്വാലിഹീങ്ങളുടെ ചരിത്രം എഴുതാനും ഒക്കെ ഭാഗ്യം നൽകിയ മനുഷ്യനാണ്. അല്ലാഹു തആല അവരുടെ ഒക്കെ ഖബർ അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു തആല ജന്നാത്തുൻ നഈം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം ഇവിടെ ചർച്ച ചെയ്ത മുഴുവൻ ആരിഫീങ്ങളുടെയും മദതും പൊരുത്തവും അള്ളാഹു നമ്മുടെ ഹയാത്തിലും നമ്മുടെ മൗത്തിലും നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം
തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.